السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഈമാനിന്റെ മധുരത്തിന് സഹായകമായ സുപ്രധാന 3 ഘടകങ്ങളെക്കുറിച്ചുള്ള ചിന്തോദ്ദീപകമായ ഒരു ഹദീസാണ് നമ്മൾ 3-4 ദിവസങ്ങളിലായി ചർച്ചക്കെടുത്തത്. ഈമാനിന് ആർക്കെങ്കിലും മാധുര്യം വേണമെങ്കിൽ അയ്യക്കൂൻ അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ എന്നതാണ് ഇതുവരെ ചർച്ച ചെയ്തത്. അല്ലാഹുവും അവന്റെ റസൂലും അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവുക. 2 വഅൻ യുഹിബ്ബൽ മർഅ അവൻ ഒരാളെ ഇഷ്ടപ്പെടുക. ലാ യുഹിബ്ബുഹു ഇവൻ അവനെ ഇഷ്ടപ്പെടുന്നില്ല ഇല്ലാ ലില്ലാഹ് അല്ലാഹുവിന് വേണ്ടിയല്ലാതെ. അതാണ് ഈമാനിന് മധുരം ഇളകണമെങ്കിൽ ഭാര്യയാണെങ്കിലും മക്കളെയാണെങ്കിലും കൂട്ടുകുടുംബാതിഥികളെയാണെങ്കിലും അയൽവക്കക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഉറ്റവരെയാണെങ്കിലും ഉടയവരെയാണെങ്കിലും ആരെയാണെങ്കിലും സ്നേഹത്തിന്റെ മാനദണ്ഡം അല്ലാഹു ആയിരിക്കും. അതിന് ഉദാത്ത മാതൃകയാണ് അസ്ഹാബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരടിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചേരി തിരിവും വരെ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? ഇതാണ് ചില ആളുകളുടെ ഗവേഷണത്തിൽ അവർക്ക് തോന്നി എതിർഭാഗത്തുള്ള ആളുകൾ അള്ളാന്റെ ദീനിനെതിരെയാണോ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവരടിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയിലുണ്ടായത്. ഗവേഷണത്തിൽ പഴച്ചതാണ് ഒരു വിഭാഗത്തിൽ. ഒരു വേള അത് ചില സംഘടനത്തിലേക്ക് വരെ വഴിയായി എന്നതൊക്കെ ഇതിന്റെ മേലുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. കാരണം അവരുടെ സ്നേഹത്തിന്റെ മാനദണ്ഡം സ്വാർത്ഥതയല്ല, അള്ളാഹു ആയിരുന്നു. അപ്പോ ഉറ്റ സുഹൃത്ത് അള്ളാഹ്ക്കെതിരാണല്ലോ സംസാരിക്കണം തോന്നിപ്പോയി, ആ പ്രശ്നമായി. എന്നാ എല്ലായിരുന്നു ഇവരുടെ ഗവേഷണത്തിൽ, ഒരു വിഭാഗത്തിന്റെ ഗവേഷണത്തിൽ വെച്ചതാണ്. അപ്പൊ സ്നേഹത്തിന്റെ മാനദണ്ഡം അള്ളാഹു ആയാൽ അവിടുന്ന് ഭയങ്കര കുളിര് വരും. നമ്മൾ അങ്ങനെ ആയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്നേഹം സ്ഥായി ആവണമെങ്കിലും നാളെ ഉപകാരമാണെങ്കിലും ഈമാന് മധുരം കിട്ടണമെങ്കിലും ഈ ഒരു വിഷയം അടിസ്ഥാനമാണ്. സ്നേഹത്തിന്റെ മാനദണ്ഡം അടിസ്ഥാനം അല്ലാഹ്. അതെന്നാ അവിടെ പോയിരിക്കും, ഇവിടെ നിലനിൽക്കും ചെയ്യും. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഇവിടെ തന്നെ ആകെ പ്രശ്നമാവും. എന്താ വെച്ചാൽ ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദെ കുടുംബത്തിനെ പോറ്റി പെങ്ങളെ കെട്ടിച്ച് അമ്മോന്റെ മോനെ കല്യാണത്തിന് ഞാനാണ് പൈസ കൊടുത്തത്, എളാപ്പാന്റെ മോനെ കല്യാണത്തിന് മറ്റും ഒന്നുമില്ലാതാവുമ്പോ ഞാനാണ് അവനെ സഹായിച്ചത്, ഇപ്പൊ ഐറ്റങ്ങളൊക്കെ കൂടി എനിക്കെതിരെ തിരിഞ്ഞാണ്, ഒരു ഉപകാരം എന്ന് പറഞ്ഞ് കിട്ടിയില്ല ഉസ്താദെ എന്ന് പറഞ്ഞു. പിന്നെ ജീവിതത്തിന് ഒരു സ്വസ്ഥ ഉണ്ടാവില്ല, ഉറക്കം കിട്ടൂല, ടെൻഷൻ. നേരെ മറിച്ച് നേരത്തെ തന്നെ അവരെ സ്നേഹിച്ച് കൊടുക്കണമൊക്കെ റബ്ബിന്റെ തൃപ്തിക്കാണെങ്കിൽ അവരെന്നെ തിരിഞ്ഞു കുത്തിയാലും വേണ്ടിയില്ല, എന്റെ കൂടെ നടന്നാലും വേണ്ടിയില്ല, എനിക്ക് പ്രശ്നമില്ല. ഞാൻ അവരെ സ്നേഹിച്ചിരുന്നതും സഹായിച്ചിരുന്നതൊക്കെ റബ്ബിന് വേണ്ടിയിട്ടാണ്. ഖലാസ് കഴിഞ്ഞ് പിന്നെ ടെൻഷൻ വരൂല. ഈ ഒരു വർത്താനം പലരും പറയാറുണ്ട്, പ്രത്യേകിച്ച് ചില ഗൾഫുകാര്. 3 പെങ്ങന്മാരെ ഞാനാ കെട്ടിച്ചിരുന്നത്, അല്ലെങ്കിൽ 4 പെങ്ങന്മാരെ എനിക്കുണ്ടായിരുന്നു. ഈ 4 ആളും പറഞ്ഞയച്ച ഞാനാണ്. എന്നിട്ടാണ് ഞാൻ പേരെ ഉണ്ടാക്കിയത്. ഇപ്പൊ അവര് 4 കൂടി എനിക്കെതിരെ കുത്തു തന്നവരും. അതിനെന്താ പ്രശ്നം? കുത്തിക്കോട്ടെ. കാരണം നീ അവരെ സഹായിച്ചതും സ്നേഹിച്ചൊക്കെ റബ്ബിന്റെ പൊരുത്തത്തിനല്ലേ, അതവിടെ റെഡിയാണല്ലോ. പിന്നെ ഞാൻ ഒരു തിരിഞ്ഞു കുത്തേ നിന്റെ ഒപ്പം കൂടി നമുക്കെന്താ, നമുക്ക് നഷ്ടമല്ലോ. പക്ഷെ പറയലെന്താ, ഒരു ഉപകാരം കിട്ടിയില്ല. എന്തുപകാരം അങ്ങനെ ആവുമ്പോ കിട്ടുക? ഇതിന്റെ ഉപകാരം ആഖിറത്തിലല്ലേ, അല്ലാതെ ഇവര് തിരിച്ചു തരണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ഉടനെ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു അമൽ എന്താന്ന് വെച്ചാൽ പാവങ്ങളെ അടിമകളെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് സ്വതന്ത്രരാക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാവങ്ങളായ അടിമകളെ പൈസ കൊടുത്ത് വാങ്ങുക, സ്വതന്ത്രരാക്കുക. ഇത് എപ്പോഴാന്നറിയോ? അടിമകളെ മോചിപ്പിച്ചാലുള്ള ഗുണങ്ങൾ പറയുന്ന ഒരൊറ്റ വാക്ക് ദീനിൽ വരുന്നതിന് മുമ്പാണ്. അടിമകളെ മോചിപ്പിച്ചാലുള്ള ഗുണങ്ങളും പ്രതിഫലങ്ങളും ഉപകാരങ്ങളും അള്ളാഹ്ക്കുള്ള ഇഷ്ടവും ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. ഇതൊക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ഉടനെ പിന്നെ അടിമകളെ മോചിപ്പിക്കുന്ന ആളായി. അപ്പൊ അബൂ ഖുഹാഫ അവരുടെ വാപ്പ പറഞ്ഞു, നീ ഏതായാലും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അടിമകളെ മോചിപ്പിക്കാണ്,
എന്നാ നീ മോചിപ്പിച്ചതിന് ശേഷം എനിക്ക് ഉപകാരം കിട്ടുന്ന കുറച്ച് തണ്ടും തടിയും വലുപ്പവും ആരോഗ്യം കുടുംബമൊക്കെ ഉള്ള ആൾക്കാരെ എടുത്ത് മോചിപ്പിച്ചൂടെ? ഈ ചാവാളികളെ എടുത്ത് പൈസ കൊടുത്ത് മോചിപ്പിച്ചാൽ എനിക്ക് എന്ത് ഉപകാരമുള്ളത്? നീ ഏതായാലും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അടിമകളെ മോചിപ്പിക്കുകയാണ്. നീ കാശ് കൊടുത്ത് മോചിപ്പിച്ച കാരണത്താൽ തിരിച്ചവർ പ്രത്യുപകാരം തരുന്ന ആളുകളാണെങ്കിൽ എനിക്കൊരു ഉപകാരമില്ലടേ. ഒന്നും അറിയാത്ത, നാടും അറിയാത്ത, കുടുംബം അറിയാത്ത പട്ടിണിപ്പാവങ്ങളായ എവിടെ കിടക്കുന്ന ആൾക്കാരെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് മോചിപ്പിച്ചാൽ നിനക്കെന്ത് കാര്യം കുട്ടി? ഏതായാലും ഈ പൈസ കൊടുത്ത് മോചിപ്പിക്കുകയാണ്. അപ്പൊ മോചിപ്പിച്ചാൽ അതിനുശേഷം നിനക്ക് ഉപകാരമുള്ള വല്ലതിനും പിടിച്ച് മോചിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി ഉണ്ട്, പാപ്പാ ഞാൻ ഈ അടിമകളെ മോചിപ്പിക്കുന്നത് അവർക്ക് ഒരു ഉപകാരം അവരിൽ നിന്ന് എനിക്ക് കിട്ടാനല്ല, മറിച്ച് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അപ്പൊ ആയത്താണ്ട് ഇറങ്ങി, ഫമ്മാമൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. അപ്പൊ ഇറങ്ങിയ ആയത്താണ് ഫമ്മാമൻ അഅതാ, അള്ളാഹുവിന്റെ മാർഗത്തിലായി പൈസ ചെലവഴിക്കുന്ന ആള്, വത്തഖാ, അയാള് അവരിൽ നിന്ന് പ്രത്യുപകാരമൊന്നുമല്ല പ്രതീക്ഷിക്കണേ, റബ്ബിന്റെ വജ്ഹ് എന്ന തഖ്വ മാത്രമാണ്. വസദ്ദഖ ബിൽ ഹുസ്നാ, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അദ്ദേഹത്തിന് ആ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യങ്ങളും റൂട്ടുകളൊക്കെ അള്ളാഹു തആല എളുപ്പമായി കൊടുക്കും, നമ്മൾ എളുപ്പമായി കൊടുക്കും. അല്ലെങ്കിൽ യുസ്റ എന്ന് പറഞ്ഞ സ്വർഗത്ത് കടക്കാനുള്ള രീതി അള്ളാഹു തആല അദ്ദേഹത്തിന് എളുപ്പാക്കി കൊടുത്തു. ഇതാരെ കുറിച്ചാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. കാരണം അദ്ദേഹം സ്നേഹിച്ചിരുന്നതും ചെലവഴിച്ചിരുന്നൊക്കെ അതായത് അല്ലാതെ തിരിച്ച ഓരോരുത്തരും കണ്ട് ഉപകാരം കിട്ടാനില്ല. ഇത് നമ്മൾ വളരെ നിർത്തണം. വ്യാപകമായൊരു സംസാരമാണ്. ഇപ്പൊ അടുത്ത് എന്നോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇപ്പൊ അടുത്ത് എന്റെ റൂമിൽ വന്നിട്ട്, സാധാ ഗൾഫിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 22 ഇതിനടക്ക് 3 പെങ്ങന്മാരെ കെട്ടിച്ച് സുഖമില്ലാത്തൊരു 5 പുരണ്ടായി കൊടുത്തു. ഇപ്പൊ ഞാൻ രോഗിയായിട്ട് തിരിച്ച് നാട്ടിൽ വന്നപ്പോ ഒരു ഉപകാരം ഉണ്ടായില്ല. ഞാൻ ആ സമയത്തിന്റെ വിരല് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ച് ഇങ്ങനെ ഇരുന്ന് അതിനെങ്കിലും അയാൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അതിനൊന്നും മനസ്സിലാക്കണില്ല. അപ്പൊ ഞാൻ തുറന്നു പറഞ്ഞു, നിങ്ങളിപ്പോ അവരെ കെട്ടിച്ചതും സഹായിച്ചതും 5 പുരണ്ടായി കൊടുത്തൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ അയാളിങ്ങനെ ചികഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇപ്പൊ അയാൾ ചെയ്ത്? എന്നോട് പറഞ്ഞൊരു മറുപടി ആൾക്ക് കിട്ടണമല്ലോ. നിങ്ങൾ മുഅ്മിനല്ലേ, നിങ്ങൾ എന്തിനായിട്ട് ഇതൊക്കെ ചെയ്തെന്ന് വെച്ചു? ആഖിറത്തിന് വേണ്ടിയിട്ടല്ല. അതവിടെ റെഡിയല്ലേ? നിങ്ങളൊരു ഉപകാരമില്ല. നിങ്ങളാ ചെയ്ത അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതവിടെ റെഡിയാണ്. ഇവിടെ പുരണ്ടാക്കി കൊടുത്തതിന് അവിടെ പുരണ്ട്, ഇവിടെ പൈസ ചെലവഴിച്ചതിന് അവിടെ സുഖമുണ്ട്, ഇവിടെ സ്നേഹിച്ചതിന് അവിടെ ഇതുണ്ട്. പിന്നെ നിങ്ങളൊരു ഉപകാരം ഉണ്ടായില്ല. അപ്പൊ നിങ്ങൾ ഈ പൈസ മുഴുവൻ ചെലവിച്ചത് നിങ്ങൾ തിരിച്ച് നാട്ടിൽ വരണ സമയത്ത് അവരൊക്കെ കൂടി നിങ്ങളെ പൊതിഞ്ഞിട്ട് നിങ്ങളെ ബാക്കിൽ ഇങ്ങനെ ഉണ്ടാവാനാ? അപ്പോഴാണ് മൂപ്പര ആ ലോകത്തേക്ക് ചിന്തിക്കണേ. കാരണം ഇല്ല എന്നുള്ളത് മനുഷ്യന്മാർക്ക് അറിയാതെ പോയി. ഒരാളെ സ്നേഹിക്കുമ്പോ അതിന്റെ അടിസ്ഥാനം അള്ളയായിരിക്കണം. അത് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ തന്നെ. അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ പോലെ ഖുർആനല്ലേ? അതല്ലാത്ത ബന്ധങ്ങൾ മുഴുവനും ശിഥിലമാകും എന്ന് മാത്രമല്ല, പരസ്പരം കാണരുത് എന്ന് മനസ്സിലായിട്ട് ഓടിക്കളയുമെന്നല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് അവരുടെ മകണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ബദറിലോ ഒക്കെ പങ്കെടുത്ത് യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ മോൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പിന്നീടാണ് ഇസ്ലാം സ്വീകരിച്ചത്. അപ്പൊ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം വാപ്പയോട് പറഞ്ഞു, വാപ്പാ, യുദ്ധക്കളത്തിൽ എന്റെ വാളിന്റെ നേരെ മുമ്പിൽ നിങ്ങളെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ബാപ്പല്ലേ എന്ന് കരുതിയിട്ട് മാറിയതാണ് എന്ന് പറഞ്ഞു. യുദ്ധം ചെയ്യണ സമയത്ത് എന്റെ നേരെ വാളിന്റെ താഴെ നിങ്ങളെ കഴുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് നല്ല സുഖമായിരുന്നു വെട്ടല്. പക്ഷെ എന്റെ ബാപ്പ ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ വെട്ടിയില്ല എന്ന് പറഞ്ഞു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞതാണ്. ബാപ്പാന്റെ അംഗീകാരം സ്നേഹം കുറച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ സിദ്ദീഖ് എന്നൊരു മോനോട് തിരിച്ചടിച്ച എന്താ നിങ്ങള് എന്നെ കണ്ടിരുന്നോ, എന്നിട്ട് വെട്ടാതിരുന്ന? ഞാൻ എന്നെ കുറെ അവിടെ നോക്കി. സാധാരണ നമ്മള് പറയില്ല എന്താ, ഞാൻ അന്നെയും കണ്ടിരുന്നതാ, ഈ മോനാന്ന് വിചാരിച്ചു ഞാൻ വിട്ടാന്ന് പറഞ്ഞാൽ നല്ല ലോകിയാവും, ഫ്രണ്ട്ഷിപ്പ് കൂടൂലേ. സിദ്ദീഖ് എന്നവർ പറഞ്ഞ അങ്ങനല്ല, ഞാൻ എന്നെ കൊറേ നോക്കിയടാ. അപ്പൊ ചോദിച്ചു എന്തിന്?
നിന്നെങ്ങാൻ എന്റെ കണ്ണിന് മുമ്പേ ഇപ്പൊ കാണുകയാണെങ്കിൽ ഞാൻ പെട്ടുന്ന എന്താ നീ അള്ളാന്റെ ശത്രുവാണ്. എന്റെ മോനാന്നുള്ളല്ലോ എനിക്ക് വിഷയം. അള്ളാന്റെ ശത്രുവാണ്. അള്ളാന്റെ ശത്രുവിനെ മോനായിരിക്കെ വെട്ടി എന്ന മാർക്ക് എനിക്ക് കിട്ടാൻ ഞാൻ പെട്ടുന്ന കാണാത്തത് എന്റെ ഭാഗ്യം. കാരണം അതിന്റെ ആളുകൾ അലിയാരെ യുദ്ധക്കളത്തിൽ ശത്രുവിനെ കീഴ്പ്പെടുത്തിയിട്ട് നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് കുത്താൻ നിൽക്കുക. കാരണം അള്ളാന്റെ ശത്രുവാണ്. യുദ്ധത്തില് പിന്നെ യുദ്ധം എന്ന് പറഞ്ഞപ്പോ ചില ആൾക്കാർ യുക്തിവാദികളൊക്കെ അങ്ങനെ പറഞ്ഞായിട്ടായിരിക്കും യുദ്ധക്കളം എന്ന് പറഞ്ഞാൽ പിന്നെ മസാജ് സെന്ററാ, അവിടെ മസാജ് ഇട്ട് കൊടുക്കല, അവിടെ കൊല്ലുന്നല്ലേ വേണ്ടത്. യുദ്ധക്കളത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ എടുക്കുക. എന്നിട്ട് കണ്ടില്ലേ ക്രൂരത. യുദ്ധം എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മായി മതക്കാരാ, ഇതെന്ന് പറഞ്ഞാൽ കൊല്ലന്നല്ലേ. അപ്പൊ അതൊക്കെ ചെയ്യല്ലോ യുദ്ധത്തില്. അങ്ങനെ കീഴ്പ്പെടുത്തി നെഞ്ചത്ത് കയറിയിട്ട് കുത്താൻ നിൽക്കുക അലിയാർ അള്ളാന്റെ ശത്രുവിന്. യുദ്ധക്കളല്ലേ. അപ്പൊ ഈ ശത്രു എന്ത് ചെയ്ത് കുത്താൻ പോകുന്ന അലിയാർ മുഖത്തേക്കാണ് തുപ്പി. അപ്പൊ അലിയാർ വാള് ഒഴിവാക്കിയിട്ട് ആളെ നെഞ്ചത്ത് എണീറ്റിട്ട് പോവുക. അപ്പൊ അയാൾക്ക് അത്ഭുതം, എന്ത് കീഴ്പ്പെടുത്തി ഒക്കെ റെഡിയായ ശേഷം കുത്താൻ തക്കം കിട്ടിയിട്ട് കുത്താതെ പോകുന്നു. അപ്പൊ അയാൾ വെച്ചു എന്റെ പതെന്ന് വെച്ചു. നമ്മളാണെങ്കിൽ സ്പീഡ് കുത്തും, കാരണം തുപ്പും കൂടി ചെയ്തു. നമ്മളാണെങ്കിൽ ആ കുത്തലിന് ആക്കം കൂടും, ക്രൂരത കൂടും. കാരണം തുപ്പും കൂടി ചെയ്താൽ ദേഷ്യം കൊണ്ട് കൂടി കുത്താണ് കരപ്പോ. തുപ്പ് കിട്ടിയപ്പോ അലിയാർ എണ്ണീറ്റ് പോയേ. അപ്പൊ ശത്രു അത്ഭുതപ്പെട്ടോട് വെച്ചു, എന്താ കുത്താത്തോന്ന് വെച്ചു. ഞാൻ എന്നെ കീഴ്പ്പെടുത്തിയിട്ട് കുത്താന്നത് നീ അള്ളാന്റെ ശത്രു എന്നൽക്കാം. അപ്പോഴാ ഇന്നെ തുപ്പിയത്. ഇനി എന്റെ ശത്രുവായി. എന്റെ ശത്രുവിനെ ഞാൻ കുത്തൂല, എന്റെ ശത്രുവിനെ ഞാൻ കുത്തൂല, അള്ളാന്റെ ശത്രുവിനെ കുത്തുള്ളൂ. എന്നെ തുപ്പിയപ്പോ എനിക്കൊരു ദേഷ്യം വന്നു. അപ്പൊ ഇനി ഞാൻ കുത്തിക്കൊല്ലുന്നത് അലിയാരെ തുപ്പിയ മനുഷ്യനെയാണ് എന്ന് അള്ളാഹു എഴുതോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കുത്താത്തത്. ഈ ഒരു മാനസികാവസ്ഥ വന്നാൽ നമുക്ക് ഈമാന്റെ ടേസ്റ്റ് ഇളകും, ഒരു സംശയം വേണ്ട. ഈ മാനസികാവസ്ഥ ഇല്ലാത്തടത്തോളം ഈമാന്റെ രസം കിട്ടേയില്ല, ഒരു അംശം വേണ്ട. അത് നമുക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളതിന് ചെറിയ പരിശോധന. മക്കളോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോ ദീനിനെതിരെ പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ മൗനിയായിട്ടെങ്കിലും അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈമാന്റെ രസം കിട്ടില്ല. കാരണം അല്ലായിരിക്കണം വലുത്, സ്നേഹം അല്ലായിരിക്കും. മോനെ ഈ കാര്യം ഞാൻ സ്വീകരിക്കില്ല, ആവട്ട് വാപ്പാന്റെ ഹയാത്തകത്ത് നടക്കൂല. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കണടാ, നിന്നെ എനിക്ക് തന്നെ പഠിച്ചോനാണ്, പഠിച്ചോന് വേണ്ടിട്ട്. അതുകൊണ്ട് ഇത് എന്നോട് പറയും. അവിടുന്ന് ഈമാന്റെ രസം എങ്ങനെ ഇളകാൻ തുടങ്ങും? അല്ലെങ്കിൽ ഇളകൂല. അതാണ് റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹു ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അല്ലാഹു നമ്മൾക്ക് ഈമാൻ മൂർച്ച കൂട്ടി തരും. അതിങ്ങനാണ്ട് ചിന്തിച്ചാൽ മതി, എന്നാൽ തന്നെ കിട്ടും. നമ്മളിപ്പോ ആരൊക്കെയാണോ സ്നേഹിക്കുന്നത്, ഇപ്പൊ നമ്മളെ എന്ത് മർച്ചിച്ചാലും നമുക്ക് ഏറ്റവും സ്നേഹം നമ്മളെ ഭാര്യ കുട്ടികളോടല്ലേ. വാപ്പിയമ്മ ഉണ്ടെങ്കിൽ വാപ്പന്മാരോട്, എന്നിട്ടിലൊക്കെ പുറത്തേക്ക് ഉണ്ടാവുള്ളൂ ഉണ്ടാണെങ്കിൽ അതൊക്കെ നമുക്ക് തന്നത് പഠിച്ചോനല്ലേ. ഭാര്യയെ തന്ന ആരാ? അല്ലല്ലേ. മക്കളെ തന്ന ആരാ? അല്ലല്ലേ. അപ്പൊ തന്ന ഉടമയോടല്ലേ ആത്യന്തികമായ സ്നേഹം വേണ്ടത്. തന്ന പഠിച്ചവനോടല്ലേ നമുക്ക് സ്നേഹം വേണ്ടത്. അല്ലെങ്കിൽ ഇവരെ വെച്ചിട്ട് അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ പരീക്ഷിക്കൂലേ. അങ്ങനെയാണ് ചിന്തിച്ചാൽ മതി. ആ ചിന്തയിൽ തന്നെ ഈ ഒരു വിഷയം ഉറവ് കിട്ടും, ഈ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് വരാൻ കഴിയും. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലാവും സ്നേഹം മുഴുവനും. അങ്ങനെ ആയി കിട്ടിയാൽ സലാസുൻ മൻ കുന്ന വജദ ഹലാവത്തൽ ഈമാൻ അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് وأن يكره أن يعود إلى الكفر كما يكره أن يقذف في النار. മുഹമ്മദ് മുസ്തഫ. ആ ഒരവസ്ഥയിലേക്ക് അള്ളാഹു നമുക്ക് സ്നേഹത്തിന്റെ രീതിശാസ്ത്രം അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചേറ്റെ. സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ മാനദണ്ഡം അള്ളയും റസൂലും ആവുന്ന ഈമാനിക പരിശുദ്ധിയും പ്രകാശവും ഈമാനിന്റെ അഭിരുചിയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه واغفر لنا يا غفار. പഠിച്ചവനെ നീ കബൂലാക്കണേ അല്ലാ. രാവിലെ തന്നെ നിന്റെ ഹബീബിന്റെ ഹദീസുകൾ സഹീഹ് ബുഖാരിയുടെ കിതാബ് കേൾക്കാൻ വരുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹുവേ ദുനിയാവിൽ നാണം കെടുത്തല്ല അല്ലാ, മാനം കെടുത്തല്ല അല്ലാ.
അല്ലാഹുവേ ആഖിറത്തിൽ ഞങ്ങളെ സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇതിലൊക്കെ പങ്കെടുത്ത കാരണത്താൽ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് നിന്റെ ഹബീബ് പറഞ്ഞതല്ലേ, ഈ സ്വർഗീയ പൂങ്കാവനത്തിൽ പ്രഭാതത്തിൽ വന്ന് പങ്കെടുക്കുന്ന ഞങ്ങൾ ആരെയും കത്തിക്കാളുന്ന നരകത്തിൽ കടത്തല്ല അല്ലാഹ്. വേറെ ഒന്നും ഈ സമാനിൽ ഇന്ന മുമ്പിൽ വെച്ചേരാല്ല അല്ലാഹുവേ. അതുകൊണ്ട് ഇത് വലിയ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. സദസ്സിൽ ആലിമീങ്ങൾ, മുത്താലിമീങ്ങൾ, കച്ചവടക്കാർ, കൂലിപ്പണിക്കാർ, പ്രവാസികൾ, യാത്രക്കാർ, അധ്യാപകന്മാർ, പഠിതാക്കൾ എല്ലാവരുമുണ്ട്. ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. എല്ലാവരുടെയും ഇൽമിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, ആരോഗ്യത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, തൊഴിലുകളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, യാത്രയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അപകടത്തിൽ നിന്ന് പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന്, ഒരുക്കമില്ലാത്ത മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. കടക്കെണികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمتي سيدنا محمد اجعلنا من خيار أمته ومن محبيه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.